ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ബി.ജെ.പിക്ക് മികച്ച വിജയം നേടാനാകുമെന്ന് ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ അഭിപ്രായ സർവേ പ്രവചിച്ചിരിക്കുന്നു. ആകെയുള്ള 543 അംഗ ലോക്സഭയിൽ 343 സീറ്റുകളും NDA നേടുമെന്നാണ് സർവേയിൽ പറയുന്നത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 232 സീറ്റുകൾ നേടിയ ഇന്ത്യ സഖ്യത്തിന് 188 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ. 2025 ജനുവരി 2 ഫെബ്രുവരി 9 ഇടയിലാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ നടത്തിയത്. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും 1,25,123 വ്യക്തികളിലാണ് സർവേ നടത്തിയത്. 272 ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 2024 292 സീറ്റ് നേടിയാണ് NDA അധികാരത്തിലെത്തിയത്. ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ സഖ്യകക്ഷികളായ JDU-വും TDP-യും പിടിച്ച സീറ്റുകളാണ് നിർണായകമായത്. ഇപ്പോൾ വോട്ടെടുപ്പ് നടന്നാൽ NDA-യുടെ വോട്ട് വിഹിതം 3% വർദ്ധിച്ച് 47% ഉയരും. ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് വിഹിതത്തിൽ വെറും 1% വർധനവ് മാത്രമേ ഉണ്ടാകൂ. ഇന്ന് വോട്ടെടുപ്പ് നടന്നാൽ ബി.ജെ.പിക്ക് മാത്രം 281 സീറ്റുകൾ ലഭിക്കുമെന്ന് സർവേ പ്രവചിക്കുന്നുണ്ട്. ബി.ജെ.പിക്ക് മാത്രമായി 41% വോട്ട് ലഭിക്കും. വോട്ട് വിഹിതത്തിൽ 3% വർധനവാണ് ബി.ജെ.പിക്ക് ഉണ്ടാവുക. കോൺഗ്രസ് അതിന്റെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കുന്നില്ല എന്നതാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതെന്ന് രാഷ്ട്രീയ വിദഗ്ധ യാമിനി അയ്യർ ചൂണ്ടിക്കാട്ടി. കോൺഗ്രസിന്റെ അടിസ്ഥാന പ്രശ്നം സംഘടനാ ഘടനയാണ്. അതില്ലാതെ ഒന്നും ചലിക്കില്ല എന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ തവണ 400 സീറ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ബി.ജെ.പി വോട്ടെടുപ്പിന് നേരിട്ടത്. എന്നാൽ സ്വന്തമായി ഭൂരിപക്ഷം നേടാൻ കഴിയാതെ വന്നതോടെ ബി.ജെ.പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധത്തിലായിരുന്നു. വാസ്തവത്തിൽ ബി.ജെ.പിയുടെ 400 സീറ്റ് എന്ന മുദ്രാവാക്യമാണ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത്. ഇത്രയും മൃഗീയ ഭൂരിപക്ഷം ലഭിച്ചാൽ ബി.ജെ.പി ഭരണഘടന മാറ്റുമെന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് സാധിച്ചു. ദളിത് OBC വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്താനും ഇത് കാരണമായി. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റം പിന്നീട് കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ നിലനിർത്താനായില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് 6 മാസത്തിന് ശേഷം മഹാരാഷ്ട്ര, ഹരിയാന, ഡൽഹി എന്നിവിടങ്ങളിൽ തുടർച്ചയായ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ നേടി ബി.ജെ.പി സ്വാധീനം തിരിച്ചുപിടിച്ചു. ജമ്മു കശ്മീരിൽ അധികാരം ലഭിച്ചത് മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് ആശ്വസിക്കാനുള്ളത്. അതേസമയം വൈവിധ്യമാർന്ന സമുദായങ്ങളെ പ്രതിനിധീകരിച്ച് ഡൽഹിയെ ഒരു മിനി ഇന്ത്യയായി പ്രദർശിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ബി.ജെ.പി ഇന്ന്. വ്യത്യസ്ത പശ്ചാത്തലത്തിലുള്ള നേതാക്കളെ ഉൾക്കൊള്ളാൻ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിമാരെ നിയമിക്കുന്ന രീതി മറ്റ് സംസ്ഥാനങ്ങളിൽ പിന്തുടരുന്നുണ്ട്. ഇത് ഡൽഹിയിലും പ്രതീക്ഷിക്കാം. പാർട്ടി അധികാരത്തിലിരിക്കുന്ന മധ്യപ്രദേശ്, UP, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് ഒരു ബി.ജെ.പി നേതാവ് പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയാലുടൻ ദേശീയ നേതൃത്വം മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. അതിനിടെ ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രിയാകുന്ന സഭാ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി ഞായറാഴ്ച ബി.ജെ.പി നിയമസഭാ കക്ഷിയോഗം ചേരുമെന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്.